ഹായ് ഫ്രണ്ട്സ്, ഹായ് എല്ലാവർക്കും നമസ്കാരം. ജാസ് ക്രിയേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ശോഭയും കൂടെ പുതിയൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വെറൈറ്റിയാണ്. പിടിയും കോഴിയും. പിടിയും കോഴിയിൽ എന്താ വെറൈറ്റി എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞങ്ങളിത് ഒരു മസാലപ്പിടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയുണ്ടെന്നുള്ളത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോയാലോ? എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കണേ, നല്ലതായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ അതായത് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ശകലം എണ്ണ ഒഴിക്കുക കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിപ്പൊടി ഇടുമ്പം അത് കട്ട പിടിക്കാതിരിക്കും, അത്രയും മതി. 1 ടീസ്പൂണോളം ജീരകം ഇട്ടു. ഉപ്പ് ഞാൻ 1 ടീസ്പൂണോളം ഇടുവാണ്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഇടുവാണ് കേട്ടോ. 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 2 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി ഏലക്ക ഒരു നുള്ള്, ഇനി ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ. ഓക്കെ, വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അരിപ്പൊടി ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഈ വെള്ളം തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തെ ഉള്ളിയും ഇതൊന്നും ഇല്ലാതെ കുറച്ച് വെള്ളം ഇതിനകത്തുനിന്ന് വെള്ളം അരിപ്പൊടിക്കകത്തോട്ട് ഞാൻ ഒഴിക്കുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ അത് മിക്സ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ബോള് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ശോഭ പതുക്കെ ഉണ്ട റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പതുക്കെ നമ്മുടെ പിടിക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ട ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ശോഭയും കൂടെ. ഞാൻ പാത്രത്തിൽ ചെറുതായിട്ട് പൊടി വിതറിയിട്ടുണ്ട്. അതിനകത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഉണ്ട ഉരുട്ടി ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് അത് തമ്മിൽ കട്ടയായി പോകും, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ട ഉരുട്ടി കഴിയുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇടാനുള്ള ഉണ്ടയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ പിടി ഉണ്ടാക്കാനുള്ള ഉണ്ട എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ നമ്മുടെ ബോൾസ് ഇടുവാണ്. അത് പരസ്പരം കട്ട പിടിക്കാത്ത രീതിയിൽ ഇടണം കേട്ടോ. ഇട്ടുണ്ട്. ഇനി അത് ഇളക്കണ്ട, അത് നന്നായിട്ട് കിടന്ന് വേകട്ടെ. ഇവിടെ ഉണ്ടയൊക്കെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വേകാറായിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി എടുത്ത്, അതായത് നമ്മൾ ഈ ഉണ്ട ഉണ്ടാക്കിയതിന്റെ സെയിം അരിപ്പൊടിയാണ്. അപ്പൊ അത് കുറച്ചെടുത്ത് കലക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം കേട്ടോ. അത് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ ചെറുതായിട്ട് കുറച്ച് വെച്ചായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യുവാണേ. അത് ഞാനൊരു 1/2 കപ്പ് തേങ്ങയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 1/2 മുറി തേങ്ങ, ഒരു 1/2 ടേബിൾ സ്പൂണോളം ജീരകം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി ഇടുക കേട്ടോ. അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവര് കൈ കൊണ്ട് അല്ലാതെ പൊടിച്ചിട്ടാലും മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് ചെറുതായിട്ടൊന്ന് ഇരുന്ന് വേകട്ടെ. നമ്മളുടെ പിടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുവാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് ഗ്രേവി ഇഷ്ടമാണ്. ഇവിടെ എനിക്ക് ഗ്രേവി ഇഷ്ടമാണ്, ശോഭയ്ക്ക് എൻ്റെ ഉണ്ടയോ ഇഷ്ടം. അപ്പം ഞങ്ങൾ അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാനുള്ള രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. കണ്ടോ, ഇതൊന്നും ഇതേണ്ട, നമ്മുടെ ഉണ്ടകളൊന്നും പരസ്പരം കട്ട പിടിക്കാതെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മസാലപ്പിടിയുമായിട്ട് ശോഭ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മസാലപ്പിടി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ
ഇത് ഞാൻ മസാലയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അതായത് ജീരകം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അല്ലാതെ ഇതൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് നമുക്ക് ജസ്റ്റ് തേങ്ങയും ജീരകവും മാത്രമായിട്ടും പിടി ഉണ്ടാക്കാം. അപ്പം ഞങ്ങള് ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ, ബാക്കി കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അത് കഴിയുമ്പോൾ പറയാം. ഞാന് എന്റെ ചേട്ടൻ ഇച്ചിരി പിടിയൊന്ന് കൊടുത്ത് നോക്കട്ടെ, എന്താ പറയുന്നതെന്ന് അറിയാം. ചൂടുണ്ട് കേട്ടോ. അതെയാ, നേരായിട്ട് പറഞ്ഞാണ്. താങ്ക് യു. മസാലപ്പിടിയും ചിക്കൻ കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഗോതമ്പ് പൊടിയും കൊണ്ടും ഉണ്ടാക്കാറില്ലേ? അരിപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി കൊണ്ടും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ടാറ്റാ.